കോവിഡിൻ്റെ ഒരു റീ എൻട്രി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുതിയ കണക്കുകൾ പ്രകാരം കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇത് എന്തുകൊണ്ടായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ മൈഗ്രേറ്റിംഗ് പോപ്പുലേഷൻസ് നമ്മൾ ദൂര രാജ്യങ്ങളിൽ പോയി വരുന്നവർ കൂടുതലാണ് എന്നുള്ളത്. അതുകൂടാതെ ബംഗാളി പോപ്പുലേഷൻസ് ഉണ്ടെങ്കിലും ഇത്തവണ പക്ഷേ നമുക്ക് മനസ്സിലാവും വെസ്റ്റ് ബംഗാളിൽ ഇങ്ങനത്തെ കേസസ് ഇല്ല, വളരെ കുറവാണ്. അപ്പോൾ ബംഗാളിൽ നിന്നല്ല ഇതിൻ്റെ റൂട്ട് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. എവിടെ നിന്നായാലും ഏതായാലും രോഗം ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇനി ഇത് കൂടുതൽ ആളുകളിലേക്ക് പകരാതെ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഓരോരുത്തരും സ്വന്തം ഉത്തരവാദിത്തമായിട്ട് അവനവനിലേക്ക് ഇത് പകർത്താതിരിക്കുക, പിന്നെ നമുക്കത് കിട്ടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകർത്താതിരിക്കുക. അങ്ങനെ നമുക്കിത് നിർത്താൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനം നമുക്കൊക്കെ അറിയാം, മാസ്ക് നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. തൊണ്ടവേദനയൊക്കെ ഉള്ളവരും മൂക്കൊലിപ്പുള്ളവരൊക്കെ പ്രത്യേകിച്ചും ഉപയോഗിക്കണം. പിന്നെ സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏതെങ്കിലും സസ്പെക്റ്റഡ് സ്ഥലത്ത് തൊട്ട് കഴിഞ്ഞാൽ സ്പിരിറ്റ് കൊണ്ട് സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ ബീറ്റാഡിൻ ഗാർഗിൾ പോലെയുള്ള ഗാർഗിൾസ് യൂസ് ചെയ്തൊന്നും വൈറസിനെ കൊല്ലാൻ പറ്റും.